ഒരു ഉത്തമ യോദ്ധാവായിരുന്നിട്ടും കൂടി അർജുനപുത്രൻ അഭിമന്യു തന്റെ 16-ാം വയസ്സിൽ മരണപ്പെട്ടത് ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നറിയാമോ? മഹാഭാരത യുദ്ധം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ദേവന്മാരും രാക്ഷസന്മാരും ഗന്ധർവന്മാരും ശക്തരായ സ്വർഗീയ ജീവികളും ഈ മഹത്തായ ഇതിഹാസത്തിൽ തങ്ങളുടെ വേഷങ്ങൾ അവതരിപ്പിക്കാൻ മനുഷ്യരായി ജന്മമെടുത്തു. അവരിൽ ചന്ദ്രദേവന്റെ മകനായ വർച്ചസ്സും ഉണ്ടായിരുന്നു. എന്നാൽ ചന്ദ്രദേവൻ താൻ ജീവനു തുല്യം സ്നേഹിക്കുന്ന മകനെ വേർപിരിഞ്ഞിരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ദേവന്മാരുടെ പദ്ധതിയിൽ തടസ്സമാകുന്നതും അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. അതിനാൽ ചന്ദ്രദേവൻ ദേവന്മാരുടെ മുന്നിൽ ഒരു നിബന്ധന വച്ചു. തന്റെ മകൻ വർച്ചസ് അർജുനന്റെ മകനായി ജനിക്കണമെന്നും തനിക്ക് മകനെ 16 വർഷത്തിൽ കൂടുതൽ പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തതിനാൽ അവൻ ശത്രുക്കളുടെ ചക്രവ്യൂഹത്തിൽപ്പെട്ട് മരണം വരിക്കണമെന്നും പറഞ്ഞു. ഈ നിബന്ധന ദേവന്മാർ അംഗീകരിക്കുകയും ചെയ്തു. അതിനാലാണ് അഭിമന്യു സുഭദ്രയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ ചക്രവ്യൂഹം ഭേദിക്കാനുള്ള വിദ്യ മാത്രം സ്വായത്തമാക്കി ജനിച്ചതും അത് പിന്നീട് അഭിമന്യുവിന്റെ തന്നെ മരണം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് പരിണമിച്ചതും.